ഹലോ ഗായ്സ്, ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് നെയിം സ്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് യൂണിക്കോൺ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ യൂണിക്കോണിൻ്റെ തീമിലാണ് ചെയ്യുന്നത്. അപ്പം യൂണിക്കോൺ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്സ്, പല മോഡലുകളിലൊക്കെ കാണാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ സെലക്ട് ചെയ്ത് അതിൽ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവട്ടോ. അതേപോലെ യൂണിക്കോൺ സെർച്ച് ചെയ്തിട്ട് യൂണിക്കോണിൻ്റെ 1-2 ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ദെൻ ഇതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഏതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് അതെല്ലാം ഇതിലേക്ക് കൊടുക്കട്ടോ. ഞാനിപ്പം സെലക്ട് ചെയ്ത കുട്ടിയുടെ ഫോട്ടോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പ്ലസ് ഐക്കൺ ആക്കിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ ഫോട്ടോസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുട്ടോ. താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ഫോട്ടോസും സേവ് ചെയ്ത് വെക്കട്ടോ. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്യുക. താഴത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ കസ്റ്റം സൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. കസ്റ്റം സൈസ് സെലക്ട് ചെയ്തിട്ട് വിഡ്ത്ത് 1015, ഹൈറ്റ് 600 കൊടുക്കുക. ദെൻ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ്. ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ ചേഞ്ച് ആക്കാൻ പറ്റും. ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ഇമേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ വെക്കുക. ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ട ഇമേജ് ഏതാണോ അത് അവിടെ കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ട് റെക്റ്റാങ്കിൾ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരും. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന കോർണർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കോർണർ റൗണ്ടിങ് എന്നുള്ളത് ഒരു 60 വരെ ആക്കി വെക്കുക. ദെൻ അതിൻ്റെ കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ച് ആകുന്ന ഒരു കളർ ഞാൻ സെലക്ട് ചെയ്യണം. ദെൻ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ട്രാൻസ്പാരൻസി എന്നുള്ള ഓപ്ഷനിൽ ട്രാൻസ്പാരൻസി ഒരു 76 ആക്കുക. ഇനി നമുക്കിതിൽ കൊടുക്കാനുള്ള ഫോട്ടോസ് എല്ലാം അപ്ലോഡ്സ് എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക. ദെൻ അപ്ലോഡ്സ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ദെൻ താഴെ കാണുന്ന ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബോഡി ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാനുള്ള നെയിം, സബ്ജക്റ്റ്, ക്ലാസ്, ഡിവിഷൻ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടും അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് എന്നതിൽ ഫസ്റ്റത്തെ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ദെൻ താഴെ ഒരു കോർണറിലായിട്ട് ഒരു ഫോട്ടോ വെക്കാനായിട്ട് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് സെലക്ട് ചെയ്ത് വെക്കുക. അതേപോലെ നെയിം, സബ്ജക്റ്റ് എന്നൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം ഇത് ട്രാൻസ്പാരൻസി എന്നുള്ളത് കുറച്ച് വെക്കുക. അതേപോലെ ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ നെയിം സ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ വെച്ചിട്ട് ഫോട്ടോസ് എല്ലാം എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ദെൻ നമുക്കിതൊരു A3 സൈസിലേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A3 സെർച്ച് ചെയ്യാം. ദെൻ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് റൊട്ടേറ്റ് ചെയ്തിട്ട് 90 ഡിഗ്രി ആക്കി വെക്കുക. എന്നിട്ടൊരു പേജിൽ 30 കൊള്ളുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് പ്ലസ് ഐക്കൺ വെക്കിയാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസിന് വരുന്നതായിരിക്കും. ഇതുപോലെ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് PNG എന്നുള്ള ഫോർമാറ്റ് മാറ്റിയിട്ട് PDF ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്.